ഏവർക്കും ഏകമായ നമസ്കാരം. ഇന്ന് ഇവിടെ ഈ പുണ്യസന്നിധിയിൽ എത്തിച്ചേരുവാൻ സാധിച്ചതിനും നിങ്ങളെ ഏവരെയും നേരിട്ട് കാണുവാൻ സാധിച്ചതിനും ഒത്തിരി ഒത്തിരി സന്തോഷം. അതിനായി എനിക്കൊരു അവസരം തന്ന ക്ഷേത്ര ഭാരവാഹികൾക്കും പ്രിയ സുഹൃത്തായ സുനിലിനും ഒത്തിരി ഒത്തിരി നന്ദി. ഇനിയിപ്പോൾ ഇങ്ങോട്ടെങ്ങനെ വരുമ്പോൾ മനസ്സിൽ തോന്നിയത് വലിയ സന്തോഷമാണ്. കാരണം നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ നാട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ സുഹൃത്തുക്കളെ ഒക്കെ കാണുവാൻ വരുമ്പോൾ എനിക്ക് അതിനാൽ തന്നെ ഒരു അപരിചിതത്വമൊന്നും ഇവിടെ തോന്നുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തിന്റെ നാട്ടുകാർ എനിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. അതിനാൽ തന്നെ എന്നെ ഒരു വേറെ ഒരാളായിട്ടൊന്നും കാണണ്ട, നിങ്ങളിൽ ഒരാളായിട്ട് കണ്ടാൽ മതി. ഒരു പ്രഭാഷകയൊന്നുമല്ല, സാധാരണക്കാരിയായ വ്യക്തിയാണ്. ക്ഷേത്രങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുവാൻ ഒരു ഭാഗ്യം സിദ്ധിച്ചു. അതിലിപ്പോൾ ഒരു 200ഓളം ക്ഷേത്രങ്ങൾ അടുത്ത് കഴിഞ്ഞു. അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് പേരുടെ പ്രോത്സാഹനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് പ്രിയപ്പെട്ട സുനിൽ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട രമേശ് ചേട്ടന്റെയും കുടുംബത്തിന്റെയും സാന്നിധ്യവും നേരെ സന്തോഷം തരുന്നുണ്ട്. 2020 നമ്മുടെ കോവിഡ് ഇങ്ങനെ ശക്തമായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ക്ഷേത്രങ്ങളെ തേടി സഞ്ചരിക്കുന്നത്. അത് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ഷേത്രത്തിനെ നമ്മൾ പൂർണ്ണമായും അറിഞ്ഞുകൊണ്ട് ആ ക്ഷേത്രത്തിലെ ദർശനം നടത്തുമ്പോൾ അതൊരു വലിയ ഒരു ആനന്ദമാണ്. ഒരു ഈശ്വരനെ തേടിയുള്ള ഒരു യാത്ര പോലെയാണ്. അല്ലെങ്കിൽ നമ്മൾ വരിക, ഭഗവാനെ തൊഴുക, പുറത്തു നിന്നൊരു സലാം പറഞ്ഞ് പോവുക, നമ്മുടെ അവലാദികളും പറയുക, വഴിപാട് സമർപ്പിക്കുക, തിരിച്ചു പോവുക. അല്ലാതെ നമ്മൾ ഭഗവാനെ കാണുന്നുണ്ടോ? ഭഗവാനോട് നമ്മൾ സംവദിക്കുന്നുണ്ടോ? ഭഗവാനോട് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ നമ്മൾ ആ ക്ഷേത്രത്തിൽ ചെന്ന് ആ ക്ഷേത്രത്തിനെ അറിഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ ആ തിരുമുഖത്തേക്ക് കുറച്ചു നേരം നിന്ന് ഭഗവാനെ ഞാൻ വന്നുട്ടോ എന്ന് പറഞ്ഞ് കുറച്ച് സംസാരിച്ചുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ വലിയ ഒരു ഈശ്വരാനുഭവമാണ്. അങ്ങനെയുള്ള ആ യാത്ര ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടിരിക്കുന്നു. അതിൽ നിന്നും ഇത്രയോളം ക്ഷേത്രങ്ങൾ സഞ്ചരിക്കാനായത് മുഴുവൻ ആ സർവേശ്വരന്റെ കാരുണ്യം, ഒപ്പം എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ എൻ്റെ ഭർത്താവിന്റെ ഒരു പ്രോത്സാഹനം, ആള് തന്ന ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു മേഖലയിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ ഈ 5 കൊല്ലം കൊണ്ട് 5 പുസ്തകങ്ങൾ പിറവിയെടുത്തു. 5 പുസ്തകങ്ങളും ക്ഷേത്ര സംബന്ധിയായവ തന്നെയാണ്. അതിൽ 4 മലയാള പുസ്തകങ്ങളും 3 ഇംഗ്ലീഷിലുമാണ്. ആ 5 പുസ്തകങ്ങളും പുറം ലോകത്തേക്ക് എത്തിയതിന്റെ പിറകിൽ ഒരു വലിയ ശക്തിയായി നിന്ന ആളാണ് സുനിൽ. പബ്ലിഷറുടെ അടുത്തേക്ക് എത്തിയതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ മൂലമാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു അനുജനെ പോലെയുള്ള ഒരാളാണ്. അപ്പോൾ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മളെ നാശത്തിൽ നിന്നും ക്ഷയതി പ്രാണതി ക്ഷേത്രായതി ക്ഷേത്ര, എന്താണോ നമ്മളെ നാശത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് അതാണ് ക്ഷേത്രം. അതെങ്ങനെയാണ്? നമ്മളിൽ നമ്മുടെ ഉള്ളിൽ സർവപ്രപഞ്ചത്തിലും നിലനിൽക്കുന്ന സർവേശ്വരൻ ഒരു ആകാര സ്വരൂപിയായിട്ട് ഇരിക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ.
അല്ലെങ്കിൽ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല എന്നൊക്കെയാണ്. പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ച് നമ്മൾ ക്ഷേത്രത്തിലെത്തിയാൽ നമ്മളൊരു കല്ലിനെയല്ല കാണുന്നത്. ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരതം എന്ന ദേവഭൂമിയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഒരു ക്ഷേത്രമില്ലാതെ നമ്മുടെ ഈ ഭാരതത്തിനെ നമുക്ക് സങ്കല്പിക്കാനാവുമോ അല്ലേ? അപ്പോൾ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ സന്നദ്ധമാണ്. ഈശ്വരനിലേക്കുള്ള വഴി പറഞ്ഞു തരാൻ ഒരു കൊച്ചു ക്ഷേത്രം പോലും സജ്ജമാണ്. ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയായ ആധ്യാത്മികതയല്ല. കുടുംബത്തിൽ നമ്മൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ തൊഴിലിടങ്ങളിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആർജവും ശക്തിയും ഓജസ്സും ഒക്കെ നമുക്ക് ആധ്യാത്മികതയിൽ നിന്നും കിട്ടുവാൻ സാധിക്കണം. അപ്പോഴാണ് വിവേകാനന്ദ സ്വാമിജിയൊക്കെ വിഭാവനം ചെയ്ത ആധ്യാത്മികതയിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ ഓരോ ക്ഷേത്രവും അതിന് സജ്ജമാണ്. ക്ഷേത്രങ്ങളിലേക്ക് എത്തുമ്പോൾ ആദ്യം വേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൗകികതയെ മുറുകെ പുലർന്നുകൊണ്ടാവരുത് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. പിന്നെ നിശബ്ദത. നമ്മൾ സംസാരിച്ചുകൊണ്ട് നാലമ്പലത്തിനകത്തേക്കെങ്കിലും പ്രവേശിക്കാതിരിക്കുക. അവിടെ എത്തിയാലെങ്കിലും നമ്മൾ നിശബ്ദരായിട്ടിരിക്കുക. എന്നാൽ സഹോദരങ്ങളൊക്കെ വേണം കേട്ടോ. പ്രിയപ്പെട്ട ഒരാളെ കാണുമ്പോൾ ഞാൻ മുഖം ധരിപ്പിച്ചിങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു നമസ്തയൊക്കെ പറയാം. പക്ഷേ നാലമ്പലത്തിന്റെ ഉള്ളിലെങ്കിലും നമ്മൾ ആ ഭഗവാന് വേണ്ടി ആരാണ് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനോളം നമ്മളെ സംരക്ഷിക്കുന്ന വേറൊന്നും ഈ ഭൂമിയിലില്ല. അപ്പോൾ ആ ഭഗവാനെ നമ്മൾ കാണാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഭഗവാന് വേണ്ടി കുറച്ച് സമയം എടുക്കുക തന്നെയാണ്. ക്ഷേത്രങ്ങളിൽ പോകണം. അപ്പൊ കുട്ടികളെ തൊട്ട് നമ്മുടെ കുട്ടിക്കാലത്ത് തൊട്ട് ക്ഷേത്രങ്ങളിൽ പോകണം. അപ്പോൾ അവർക്ക് കുറെ സംശയങ്ങൾ വരും. കുഞ്ഞുങ്ങൾ ഒരു വേട്ടയ്ക്കരൻ എന്നൊരു മൂർത്തിയെ കാണുമ്പോൾ വേട്ടയ്ക്കൊരു മകൻ എന്ന മൂർത്തി ഇതാരാണ് എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ആ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ആദ്യം നമ്മൾ പഠിക്കണം, എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിനെയാണ് അവർ തൊടുന്നത്. അങ്ങനെയൊക്കെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ ഒരിക്കലും ചീത്ത കാര്യങ്ങളിലേക്കും ചീത്ത വഴികളിലേക്കും ഒന്നും പോവില്ല. ഇന്ന് പലയിടത്തും കാണുന്നതാണല്ലേ സംസ്കാരത്തിന് വരുന്ന നാശങ്ങൾ. അതിലൊന്നും അവർ പെടാതെ നേരെ വഴിയിലൂടെ സഞ്ചരിക്കും. ഇനി ക്ഷേത്രങ്ങളിൽ നിന്നും കിട്ടുന്ന വലിയൊരു കാര്യമുണ്ട്. എന്താണ്? സമാധാനം അല്ലേ? ആ സമാധാനം നമുക്ക്, ആ ശാന്തി നമുക്ക് അമ്പലത്തിന്റെ പുറത്തേക്ക് എത്തുമ്പോൾ അതിവിടെ ഇട്ടിട്ട് വീട്ടിൽ പോയിട്ട് വീട്ടിലിരിക്കുന്നവരോട് നമ്മൾ ദേഷ്യം പിടിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ആ സമാധാനം നമുക്ക് നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ തൊഴിലിടങ്ങളിലേക്കും എല്ലാം കൊണ്ടുപോകാൻ സാധിക്കണം. മാത്രവുമല്ല നമുക്ക് അകറ്റേണ്ടതിനെ അകറ്റുവാനുള്ള ആർജവം അല്ലെ. ചിലതൊക്കെ നമ്മുടെ സമാധാനം നശിപ്പിക്കാനായിട്ട് ചില വ്യക്തികളാകട്ടെ ചില സാഹചര്യങ്ങളാകട്ടെ ഉണ്ടാകും. അതിൽ നിന്നും മോചനം നേടിക്കൊണ്ട് നമുക്ക് നമ്മളെ സംരക്ഷിക്കുവാനുള്ള ഒരു ആർജവം കൂടി ഇത്തരം ആധ്യാത്മികത നൽകുന്നുണ്ട്. അത് നമ്മൾ അതിനായി നമ്മളെ സജ്ജമാക്കണം. വിവേകപൂർവം നമ്മൾ അതിനെ പഠിക്കണം. ക്ഷേത്രങ്ങൾ എപ്പോഴും നമ്മുടെ മഹത്തായ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന വേദികൾ കൂടി ആണ്. അതുകൊണ്ടൊരു കാര്യവുമില്ല. നമ്മുടെ ദേശദേവൻ നമ്മളെ ഇങ്ങനെ കാത്തിരിക്കുക. അച്ഛനോ അമ്മയോ ഒക്കെ കാത്തിരിക്കണമായി കാത്തിരിക്കില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് തൊഴുമ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലേ? ആരാണ് നരസിംഹമൂർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാള് പ്രഹ്ലാദനെ സംരക്ഷിക്കുവാൻ വേണ്ടി അവതാരം കൈക്കൊണ്ടല്ലേ ഭഗവാൻ. ഈ ദശാവതാരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കൃഷ്ണ അവതാരം മാറ്റി നിർത്തിക്കോളും. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ് ഭഗവാനുടെ അവതാരം എന്ന് ശരിക്കും. പക്ഷെ മറ്റവതാരങ്ങളിൽ നിന്നും ഇത്രയും പ്രഭാവശാലിയായ ഒരു അവതാരം വേറെയുണ്ടോ? പ്രഹ്ലാദനാരാണ്? ഹിരണ്യകശിപുവിന്റെ മകൻ അല്ലേ? ഹിരണ്യകശിപു ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ അസുര ചക്രവർത്തി കശ്യപ പ്രജാപതിയുടെയും ദിതിദേവിയുടെയും പുത്രൻ. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ പേര് ഹിരണ്യാക്ഷൻ. ഇവർ രണ്ടുപേരും ആരാണ് എന്ന് നമ്മൾ കൂടുതൽ അങ്ങോട്ട് അന്വേഷിച്ചു തുടങ്ങിയാലോ? വൈകുണ്ഠ ലോകത്തിലെ രണ്ട് ദ്വാരപാലകന്മാരായിരുന്നു അവര്. അവരെന്താ അങ്ങനെ വന്ന അസുരന്മാരാണ് ജനിച്ചത്? എന്നാൽ അവര് 4 മഹർഷിമാര് സനകാദികൾ എന്ന് പറയുന്നവരെ അത്രയും തപോനിഷ്ഠരായ അവർക്ക് വൈകുണ്ഠ ലോകത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചു. അവര് ശപിച്ചു, നിങ്ങൾ അസുരന്മാരായി തീരട്ടെ. ഭഗവാനോട് തന്നെയാണ് അവർ ആദ്യം പരാതി പറയുന്നത്. ഭഗവാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട,
ഇപ്പോഴും ഇപ്പോൾ നിങ്ങൾ സ്നേഹത്തോടെയാണ് എന്നെ നോക്കുന്നത്. അങ്ങനെ ആയിക്കഴിയുമ്പോൾ ആ ജന്മത്തിൽ നിങ്ങളെന്നെ ദേഷ്യത്തിലാവും. നമ്മൾ ശത്രുവിനെ മാറ്റില്ല അല്ലേ? അവനെന്നെ അത് ചെയ്തു, അവനെന്നെ ഇത് ചെയ്തു. യുദ്ധത്തിന് ചിലപ്പോൾ നമ്മൾ മറന്നിരിക്കും. അതുകൊണ്ട് തന്നെ അവർ അസുരന്മാരായി ജനിച്ചപ്പോൾ ഭഗവാനെ മറന്നതേയില്ല. ഹിരണ്യാക്ഷനെ വധിക്കുവാൻ വേണ്ടി ഭഗവാൻ വരാഹാവതാരം സ്വീകരിച്ചു. ഹിരണ്യകശിപുവിന് ഏട്ടനെ കൊന്ന ദേഷ്യമായി അദ്ദേഹം ഒരു ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ പോയി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പത്നി കയാതുവും ഗർഭിണിയായിരുന്നു. അവരെ ദേവേന്ദ്രൻ പിടിച്ചുകൊണ്ടുപോകാൻ വന്നപ്പോൾ നാരദ മഹർഷിയാണ് തടയുന്നത്. നാരദ മഹർഷിയെ കുറിച്ചൊക്കെ നമ്മൾ പല അവതരണങ്ങളും വെച്ചു പുലർത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഒരു ഏഷ്യൻ പറഞ്ഞു നടക്കുന്ന ആളൊന്നുമല്ല. അതൊക്കെ തെറ്റായ ധാരണകളാണ്. അദ്ദേഹം മഹാഭക്തനാണ്. അദ്ദേഹം പറഞ്ഞു, ഈ സ്ത്രീയൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല, ഞാൻ കൊണ്ടുപോകുകയാണ് ദേവിയുടെ ആശ്രമത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി. ആ അമ്മയ്ക്ക് അദ്ദേഹം ഭഗവാന്റെ കഥയാണ് പറഞ്ഞുകൊടുത്തത്. ആ അമ്മ അത് മറന്നുപോയെങ്കിലും ആ ഗർഭസ്ഥ ശിശു അത് കൃത്യമായി ശ്രമിച്ചു. അങ്ങനെയാണ് പ്രഹ്ലാദന്റെ ജന്മം. അച്ഛൻ തപസ്സൊക്കെ കഴിഞ്ഞു വന്നു. അദ്ദേഹം സർവ്വലോകങ്ങളും കീഴ്പ്പെടുത്തി ഈ ലോകത്തിന്റെ വലിയ അധിപതിയായി അങ്ങനെ അസുര ചക്രവർത്തിയായി വാഴുന്ന സമയത്ത് ഈ പിഞ്ചു കുഞ്ഞായ പ്രഹ്ലാദൻ കുഞ്ഞിനെ തന്നെ ഭഗവാനെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് സ്മൃതിയെ ഇങ്ങനെ മുഴുകിക്കൊണ്ട് ജീവിച്ചു. അപ്പോൾ ഹിരണ്യകശിപുവിന് മനസ്സിലായി കുട്ടിയുടെ പോക്ക് അത്ര ശരി പോരാ. എന്നാൽ ശണ്ടാസുരന്മാർ അസുരഗുരുവായ ശുക്രാചാര്യരുടെ മക്കളാണ് അവരെ അടുത്ത് പഠിപ്പിക്കുവാൻ വിട്ടു. അപ്പോൾ കുട്ടിക്ക് ഈ ലൗകിക കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ കുട്ടിക്ക് മനസ്സ് മുഴുവൻ അച്ഛാ ഈ 9 വിധം ആ ഭക്തിമാർഗങ്ങളാണ് ഭഗവാനെ സേവിക്കുന്നത് എന്ന് പറയും. അത് മനസ്സിലായി. ശരിയില്ല, കുട്ടി പഠിച്ചിട്ടില്ല, ഒന്നും കൂടെ കിട്ടു. അസുരഗുരുക്കന്മാരുടെ ഇടയിലേക്ക് അവസരം കിട്ടിയ സമയത്ത് പ്രഹ്ലാദൻ എന്ത് ചെയ്തു? ആ അടുത്തുള്ള കുഞ്ഞുങ്ങളെ കൂടി തന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അച്ഛനങ്ങട്ട് ഒരു ദിവസം ദേഷ്യം പിടിച്ചു. പലവിധ മാർഗങ്ങളാൽ കുട്ടിയെ വധിക്കുവാൻ നോക്കി. എങ്ങനെ തൊടാൻ പറ്റുമോ പ്രഹ്ലാദനെ? ആരുടെ കൈകളിലാണ് പ്രഹ്ലാദൻ ഇരിക്കുന്നത്? ആ ഭഗവാനോളം വലിയ സംരക്ഷണം വരുവാൻ ഈ ലോകത്ത് വേറെ എന്തിനാണ് സാധിക്കുക? അങ്ങനെ ഒരിക്കൽ വളരെയധികം ക്രോധായി ഹിരണ്യകശിപുവിന് ദേഷ്യം വരുമ്പോഴും ഭഗവാൻ കുട്ടിയെ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കുട്ടിയെ ഒരിക്കലും അവരുടെ രാജസദസ്സിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, ആരാണ് നിന്റെ ബലം? ഈ ലോകം മുഴുവൻ അതിനുള്ള ഞാൻ പറയുന്നത് കേൾക്കാതെ നീ എന്റെ ശത്രുവിനെ ഒരു ആകാശങ്ങളൊക്കെയുള്ള സദാകേസരങ്ങളാണ് ആദ്യം കാണുന്നത്. ആദി കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നയനങ്ങൾ ഇങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ ആ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉരുകുരുകി വീഴണത്രേ. ഭഗവാൻ കുറച്ചു നേരം ഒന്ന് അസുരനുമായിട്ടൊന്നിങ്ങനെ യുദ്ധം കളിച്ചു എന്നാ പറയാ. 5 വയസ്സുള്ള കുട്ടി നിൽക്കുന്നുണ്ട്, ഉണ്ണിയാണ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ഈശ്വര വിശ്വാസം അവരെ പറഞ്ഞു കൊടുക്കണം. അതെന്റെ ബലത്തിലാണ്. ആ കുട്ടിക്ക് പേടി തോന്നിയോ? ഇല്ല. ബ്രഹ്മാവ് ചെന്ന് പറഞ്ഞു, കുഞ്ഞി വേഗം ചെന്നു ഭഗവാന്റെ അടുത്തേക്ക്. ഭഗവാനെ ശാന്തനത്തു. പ്രഹ്ലാദനുണ്ടോ ഭയം? തന്നെ ഭഗവാനല്ലേ നിൽക്കുന്നത്. ഒരമ്മ ഏത് വേഷത്തിൽ നിന്നാലും കുട്ടിക്ക് ഭയമുണ്ടാവുമോ? ഇല്ലല്ലോ. ഓടിച്ചെന്ന് ആ കുഞ്ഞ് നെറ്റിയുണ്ടല്ലോ, അത് ആ ഭഗവാന്റെ ആ പാദങ്ങളിൽ സ്പർശിച്ച നേരം ആ ഭക്തി ചൊലിച്ചുകൊണ്ടിരിക്കുന്ന നയനങ്ങളിൽ നിന്നും കണ്ണുനീർ ഭദ്രമായി വന്നു എന്നതാണ് കഥ. അപ്പോൾ ആലോചിച്ചു നോക്കൂ ആ ഭഗവാന്റെ ഭക്തവാത്സല്യം എന്താണെന്ന്. അതാണ് ഭക്തി എന്ന് പറഞ്ഞാൽ, ഭക്തിയുടെ സംരക്ഷണം അതാണ്. അപ്പോൾ നരസിംഹമൂർത്തി കുടിവലിക്കുന്ന ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ആ ഭഗവാനെ എന്നും കാണുവാൻ ഭാഗ്യം
സിദ്ധിച്ച നിങ്ങൾ എല്ലാവരും പുണ്യം നിറഞ്ഞ ആത്മാക്കളാണ് എന്ന് വേണം പറയുവാൻ. മനസ്സുകൊണ്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ദേഹം കൊണ്ട് ഇവിടെ എത്തിയല്ലേ. ഈ എല്ലാ ക്ഷേത്രങ്ങളും 200ഓളം ക്ഷേത്രങ്ങൾ ഞാനിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോടും എനിക്ക് ഇത് വളർത്താൻ സാധിക്കാതെയാവും. അപ്പോൾ നമ്മൾ കുറച്ച് ക്ഷേത്രങ്ങളിലൂടെ പോയിരിക്കാം. അപ്പോൾ നമ്മൾ പോകുന്ന ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലുള്ള ക്ഷേത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് പോവാൻ എളുപ്പമുള്ള ക്ഷേത്രങ്ങൾ എന്ന രീതിയിലാണ് ഞാൻ അടുത്തുള്ളൊരു ക്ഷേത്രം എടുക്കുന്നത് കേട്ടോ. രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രം അറിയുമോ? ഈ ക്ഷേത്രത്തിനെ കുറിച്ച് നിങ്ങൾക്ക്? അവിടുത്തെ ഏറ്റവും വലിയ 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഊത്തുകെട്ട് അഥവാ ഓത്തൂട്ട്, അതായത് സമ്പൂർണ്ണ യജുർവേദ യജ്ഞം നടക്കുന്ന ക്ഷേത്രമാണ്. യജുർവേദം അറിയാലോ, 4 വേദങ്ങളിൽ ഒന്നാണ്. സമ്പൂർണ്ണ യജുർവേദ യജ്ഞം കേരളത്തിൽ പണ്ട് കാലത്ത് 22ഓളം ക്ഷേത്രങ്ങളിലൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ ആകെ 2 ക്ഷേത്രങ്ങളിലാണ് നടക്കുന്നത്. തൃശ്ശൂർക്കാർക്ക് അഭിമാനിക്കാൻ ഇന്നും തൃശ്ശൂർ ജില്ലയിലാണ്. ഒന്ന് മിത്രാനന്തപുരം വാമനമൂർത്തി ക്ഷേത്രം, ഒന്ന് രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രം. ഈ 2 ക്ഷേത്രങ്ങളും ഞങ്ങൾക്ക് വ്ലോഗ് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ രാപ്പാൾ ക്ഷേത്രത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ധന്യം എന്ന ഒരു വിശിഷ്ടമായ വഴിപാട് നടക്കുന്ന ക്ഷേത്രമാണ്. എന്താണ് ധന്യം? ധനുമാസത്തിലെ 1-ാം തീയതി തൊട്ട് 30-ാം തീയതി മാത്രമാണ് ആ വഴിപാട് നടക്കുക. ഇതിന് വെറുതെ ഐതിഹ്യമുണ്ട്. നമ്മുടെ കുരുക്ഷേത്ര യുദ്ധം നടന്നത് ധനുമാസത്തിലാണ്. 1 തൊട്ട് 18 വരെയാണ് നടന്നത് കാലഘടന അനുസരിച്ച്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനും പരിവാരങ്ങളും യുദ്ധത്തിനായിട്ട് പോകുമ്പോൾ മഹാഭക്തയായ ദ്രുപദന്റെ പുത്രിയായ പാണ്ഡവ പത്നിയായ പാഞ്ചാലി ദേവി അവർക്ക് തയ്യാറാക്കി കൊടുത്തിരുന്ന ഭക്ഷണമാണ് ദധ്യന്നം. അപ്പോൾ ഈ ദധ്യന്നം കഴിച്ച യുദ്ധത്തിന് പോയിട്ട് അവർക്ക് എന്താ സംഭവിച്ച? അവർ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നൂലേ, യുദ്ധം ജയിച്ചില്ലേ. അപ്പോൾ കാര്യസിദ്ധി, സന്താന സൗഭാഗ്യം, കുടുംബ ഐശ്വര്യം, അങ്ങനെ പറയുന്ന ഒരുപാട് ഫലസിദ്ധികളുള്ളൊരു വഴിപാടാണിത്. 2 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞുവാവാം, ഒരു പുലിനൊക്കെ ധരിച്ച് അതിന് പട്ടുകോണം ഇട്ടിട്ടില്ല. അവിടെ ഉണ്ണിയല്ലേ, കുഞ്ഞുവാവയല്ലേ, കുമ്പയൊക്കെ ഇങ്ങനെ വെണ്ണയൊക്കെ തിന്ന് കുളിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ കൈ തട്ടിട്ട് വരും ഉണ്ണി എന്ന് വിളിച്ചാൽ പിച്ച വെച്ച് ഓടി വരുമോ എന്ന് തോന്നുമാറ് അത്രയും ചൈതന്യമുള്ള ഒരു വിഗ്രഹമാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലേ. ഭഗവാന്റെ ഒരു ആകർഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന് നാമകരണം ചെയ്യുന്ന കഥയൊക്കെ പ്രശസ്തമല്ലേ, ഗംഗം മഹർഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണി അവർക്ക് എന്താന്ന് വെച്ചാൽ കംസൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് പുറത്തേക്കൊന്നും അറിയാൻ പാടില്ല, ഉണ്ണിയുടെ നാമകരണം ഒന്നും അറിയാൻ പാടില്ല, ഗോകുലത്തിലേക്ക്. അപ്പോൾ ഈ 2 കുഞ്ഞികളെ ഇങ്ങനെ കടത്തിയിട്ടുണ്ട്. നല്ല വെള്ള നിറമാണ് ഏട്ടന്. ആദ്യം ഏട്ടനെ എടുത്തു ഗംഗം മഹർഷി. അപ്പോൾ നല്ല ബലമുള്ള ആളാണ്, എല്ലാവരെയും ലഭിപ്പിക്കുവാൻ കഴിവുള്ള ആളാണ്, ഹലായുധനാണ്. അങ്ങനെ പേരുകൾ ഇട്ടു കൊടുത്തു. ബലരാമൻ, ബലഭദ്രൻ, ആയുധൻ എന്നൊക്കെ പറഞ്ഞു. അടുത്ത ആളെടുത്തു. ആരാണ്? നമ്മളെ കണ്ണനെടുത്തു. കരിമുകിൽ വന്നനാണല്ലേ. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഗംഗമഹർഷി ഇങ്ങനെ ആലോചിച്ചു, സഹസ്രനാമങ്ങളാണ് ഭഗവാൻ. ഏത് പേരാണിടുക? ഈ ഭൂലോകത്തിൽ ഏതിനാണ് ആ ഭഗവാൻ ചൈതന്യമില്ലാത്തത്? അപ്പോൾ ഒന്ന് അദ്ദേഹം ഇങ്ങനെ സമാധിയിൽ ആണ്ടുപോയി ഭഗവത് ചൈതന്യം എന്നിട്ട് ആലോചിച്ചപ്പോൾ. അപ്പോൾ ഭഗവാൻ മനസ്സിലായി, ഇങ്ങനെ പോയാൽ ശരിയാകില്ല, എന്റെ അവതാര രഹസ്യങ്ങൾ മുഴുവൻ ഇപ്പൊ മഹർഷി പൊളിക്കും. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ താടി പിടിച്ചിട്ട്, ഇത്ര നേരമുള്ള താടിയാണ് മഹർഷിക്ക്, ആ താടി പിടിച്ചൊരു വലിയ കൊടുത്തു. അപ്പോൾ തന്നിലേക്ക് ആകർഷിക്കുന്നവൻ ആരോ അവൻ, അതാണ് കൃഷ്ണൻ. കറുത്ത നിറമുള്ളവൻ ഈ പ്രപഞ്ചം മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുകയാണ്. ഒന്നും വേണ്ട, ആ ഭഗവാന്റെ സ്വരൂപമെന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിൽ നിറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാനന്ദമാണ്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ്. യശോദമ്മ പണ്ട് അങ്ങനെ ആ കഥയൊക്കെ എന്ത് രസാലേ. ഉണ്ണിനെ ഇങ്ങനെ പുറപ്പെടിച്ച് ഇങ്ങനെ നിർത്തും. നടക്കാതായ പ്രായമൊക്കെ ആയപ്പോൾ എന്ന് നടന്നങ്ങ് ചെല്ലും ഗോപികമാരുടെ അടുത്തേക്ക്. അപ്പൊ ഗോപികമാർ എന്ത് പറയും?
വെണ്ണയുണ്ട് കണ്ണാ വേണോ എന്ന് ചോദിക്കും. അപ്പൊ ആദ്യം വലിയ പോസ്റ്റൊക്കെ ഇടാൻ എൻ്റെ കുടുംബത്തിലുണ്ട് വേണ്ട വേണ്ട എന്നൊക്കെ പറയും. എന്നിട്ടോ ഗോപിയായിട്ട് മാറിക്കഴിഞ്ഞാൽ എടുത്ത് കഴിക്കും. അടുത്ത ദിവസം ഗോപികമാര് വന്ന യശോദമ്മയോട് പറയും, യശോദമ്മേ ഉണ്ണി ഇന്നലെ വെണ്ണ മോട്ടിച്ചു കിട്ടാ. പക്ഷേ അവര് ഒരു 100 വട്ടം പറഞ്ഞുകൊണ്ടിരുന്നത് നാളെയും എന്റെ ഗ്രഹത്തിലേക്ക് ഈ ഉണ്ണി വരണേ എന്ന് തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ ഭക്തി ജനിക്കണേ എന്നാണ്. മായയുടെ കഥ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ വരണം. അഹന്ത വരാം അല്ലേ? പല പല കാര്യങ്ങളുടെ ആഗ്രഹങ്ങൾ തോന്നാം, അസൂയ വരാം, കുശുബ് വരാം. പക്ഷെ അതൊന്നും വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഹൃദയം പരിശുദ്ധമായിരിക്കുവാൻ ആ കുഞ്ഞിക്കൈകളിൽ അത് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഭഗവാൻ സംരക്ഷിച്ചോളും. അപ്പോൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് ഇനി അടുത്തു പോകേണ്ടത് ഒരു മലപ്പുറം ജില്ലയിലേക്കാണ്. നമുക്കൊരു മഹാദേവ ക്ഷേത്രത്തിനെ കുറിച്ച് അറിയാം. ഇപ്പോൾ മാഘമഹാമഹോത്സവം നടന്ന തിരുനാവായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അവിടെ അടുത്തൊരു പ്രശസ്തമായ ശിവക്ഷേത്രമുണ്ട്, അറിയാമോ? തൃപ്പങ്കോട് മഹാദേവ ക്ഷേത്രം. തൃപ്പങ്കോട്ടപ്പന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും ഗംഭീരമാണ്. 108 ശിവാലയങ്ങളിൽ ഉൾപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ബന്ധപ്പെട്ടിരിക്കുന്നത് അതിന്റെ പുരാണത്തിലെ മാർക്കണ്ഡേയന്റെ കഥയുമായിട്ടാണ്. മാർക്കണ്ഡേയൻ ആരാ അറിയാലോ? 16 വയസ്സിൽ മരണം എന്ന് എഴുതിയ മാർക്കണ്ഡേയൻ. മാർക്കണ്ഡേയന്റെ അച്ഛനും അമ്മയും മഹർഷിയുടെ പത്നിയും മൃഗണ്ടു എന്നായിരുന്നു അച്ഛന്റെ പേര്. അവർ താമസിച്ചിരുന്നത് തിരുനാവായ നവാമുകുന്ദന്റെ അടുത്താണ്. മുക്തിപ്രദായകനായ മുകുന്ദന്റെ അടുത്ത് നവയോഗികളാൽ പ്രതിഷ്ഠിതനായ മുകുന്ദൻ. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനായിട്ട് മഹാദേവനത്തിനെയാണ് ശരണം പ്രാപിച്ചത്. ഭഗവാൻ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഉണ്ണിയെ തരാം, പക്ഷേ 2 നിബന്ധനകളുണ്ട്. 1, 100 വയസ്സ് വരെ ആയുസ്സുള്ള ഒരു വിദ്യായ മകനെ വേണമോ, അതോ 16 വയസ്സ് വരെ ആയുസ്സുള്ള ഒരു അതിബുദ്ധിമാനായ മകനെ വേണമോ? മഹർഷി വേഗം പറഞ്ഞു, ബുദ്ധിമാനായ മകനെ മതി. അങ്ങനെ ഉണ്ണി ജനിച്ചു. അതിബുദ്ധിമാനായ അതിശ്രേഷ്ഠനായ ഒരു ഉണ്ണി മാർക്കണ്ഡേയൻ എന്ന് പേരിട്ടു. പക്ഷെ അച്ഛനും അമ്മയ്ക്കും ഓരോ പിറന്നാളുകളിൽ ഇങ്ങനെ അടിമൂത്ത് എന്താ പറയാ, ഉണ്ണിയോട് പറയാൻ പറ്റുമോ? 16ാമത്തെ ആ ദിവസം വന്നു, ആ പിറന്നാൾ വന്നു. ഉണ്ണി ഇതാ വന്നു കഥ. കുട്ടി പേടിച്ചൊന്നുമില്ല, നല്ല ഭക്തനാണ്. കുട്ടി നേരെ ദേഹശുദ്ധി വരുത്തി തിരുനാവായയിലേക്ക് തന്നെ ആ നവാമുഖത്തിന്റെ എന്നും തൊഴുന്ന ഭഗവാന്റെ മുന്നിലേക്ക് ചെന്നു. ഭഗവാൻ എന്ന് ഉണ്ണിക്ക് മുന്നിൽ പ്രത്യക്ഷനായി. മാർക്കണ്ഡേയ ഇവിടെ ഇരിക്കണ്ട, പൊക്കോളൂ, തൃപ്പങ്കോട്ടേക്ക് പൊക്കോളൂ, സംഹാരമൂർത്തിയായ മഹാദേവനെ കുടികൊള്ളുന്ന അങ്ങടേക്ക് ചെല്ലൂ, അവിടെയാണ് ഇനി ഉണ്ണിക്ക് രക്ഷ. അപ്പോഴത്തേക്കും കാലൻ കരയിൽ നിന്ന് എത്തിച്ചേർന്നിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ 12 ചരൽക്കല്ലുകൾ തരാം. കാലൻ അടുത്തിങ്ങനെ എത്തി തോന്നുന്ന സമയത്ത് ഒരു കല്ലെടുത്ത് അങ്ങോട്ട് എറിയുക. കാലൻ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കും. അപ്പോൾ ഒന്നും ആലോചിക്കണ്ട, മുമ്പോട്ട് സർവശക്തികൾ തോടിക്കൊള്ളും. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഓടാൻ സ്ഥലമില്ല. അപ്പോൾ എന്ത് ചെയ്തു ഭഗവാൻ? ശ്രീകോവിലിന്റെ പിറകിൽ അപ്പോൾ ഒരു വാതിൽ വന്നു. ആ വാതിൽ മാർക്കണ്ഡേയന് വേണ്ടി തുറന്നു കൊടുത്തു. അതിലൂടെ കുട്ടി ഓടി. അപ്പോൾ തന്നെ ആ വാതിൽ അടയുകയും ചെയ്തു. ഇപ്പോഴും തിരുനാവായ പോയി കഴിഞ്ഞാൽ കാണാം. അവിടെ ഒരു നന്ദികേശ്വരൻ ഇപ്പോഴും അവിടെയുണ്ട്. അതെന്താണ്? ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു നന്ദികേശ്വരൻ ആലോചിക്കേണ്ടതല്ലേ? അതായത് കുട്ടിയന്ന് ഓടിയ സമയത്ത് കുട്ടിക്ക് വഴി കാണിക്കാനായി ആ സാക്ഷാൽ നന്ദികേശ്വരൻ അവിടെ എത്തിച്ചേർന്നു. ശൈവ ഭഗവാന്റെ വാഹനമല്ലേ. എന്നിട്ട് കുട്ടിക്ക് വഴി പറഞ്ഞു കൊടുത്ത ആ നന്ദികേശ്വരനാണ് ഇന്നും അവിടെ സാന്നിധ്യം ചെയ്യുന്നത്. ആ നന്ദികേശ്വരന്റെ ചെവി എന്ത് പറഞ്ഞാലും അത് തൃപ്പങ്കോട്ടപ്പന്റെ ചെവിയെ എത്തും എന്നാണ് വിശ്വാസം. അങ്ങനെ കുട്ടി സർവശക്തിയുഗത്തെ ഓടി. അന്ന് തൃപ്പങ്കോട്ട് ശിവക്ഷേത്രത്തിൽ ഒരൊറ്റ ശിവക്ഷേത്രമേ ഉള്ളൂ. അത്
കാരണത്തിൽ ശിവക്ഷേത്രമാണ്. അവിടെ അത് പരശുരാമ പ്രതിഷ്ഠിതമായ ശിവക്ഷേത്രമാണ്. അത് ആ ശിവൻ തിരുവണ്ണാമലയും തൃപ്പംകൂടെ നിന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. പോയവർക്കറിയാം, ഏകദേശം ഒരു 5 കിലോമീറ്റർ. അപ്പോൾ കുട്ടികളുടെ പടിഞ്ഞാട്ട് ദിക്കിലേക്ക് കൂടി മുമ്പിലെത്തി കഴിഞ്ഞപ്പോൾ അന്ന് ക്ഷേത്രത്തിന്റെ മുമ്പിൽ വലിയ ഒരു ആൽവൃക്ഷമുണ്ട്. അപ്പോൾ ആൽവൃക്ഷത്തിനെ ചുറ്റി ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ കാലന്റെ കൈപ്പെടും. കുട്ടി എന്താ ചെയ്യേണ്ടതെന്നൊരു നിമിഷം ഇങ്ങനെ സ്തംഭിച്ച് നിന്ന സമയത്ത് ആ ആല എന്തായിട്ട് അനുഭവപ്പെടുന്നു. കുട്ടിയുടെ കയ്യിൽ ആകെ ഒരു ചരൽക്കല്ല് മാത്രമാണ് ഭഗവാൻ കൊടുത്ത ചരൽക്കല്ല് അവശേഷിച്ചിരിക്കുന്നത്. ആ ചരൽക്കല്ല് അങ്ങോട്ട് പിറകോട്ടിട്ടു. കാലനൊന്ന് സ്തംഭിച്ചു നിന്നു. കുട്ടി സർവശക്തി ഓടി നേരെ കാരണത്തിൽ ശിവക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ആ ശിവലിംഗത്തിനെ അതിനെ ഗാഠമായിട്ട് തുടർന്നു. പഞ്ചാക്ഷരികളുടെ സർവശക്തിയോടെ ജപിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ എന്താ സ്ഥിതി? കാലനൊക്കെ ദേഷ്യം വന്നു. എന്താ ഈ കുട്ടി ചെയ്യണത്? എന്നെ പറ്റിക്കേ. ശിവലിംഗത്തിനെ ആലിംഗനം ചെയ്ത് കിടക്കേ. കാലനൊന്നും അമാന്തിച്ചില്ല. കാലൻ ആ കാലപാശം എടുത്തറിയില്ലോ. കുട്ടിയും ശിവലിംഗവും ആ കാലപാശത്തിന്റെ ഉള്ളിലായി. പാശം കിടന്ന് മുറുക്കാൻ തുടങ്ങി. കുട്ടിയും ശിവലിംഗവും പാശത്തിന്റെ ഉള്ളിൽ കിടന്ന് മുറുകാൻ തുടങ്ങി. ആ സമയത്ത് ഈ ദിഗന്ധങ്ങൾ മുഴുവൻ പൊട്ടുമാറ് ഒരു പൂങ്കാല ശബ്ദമുണ്ട് മുഴുകാൻ തുടങ്ങി. സാക്ഷാൽ കാലാന്തകനായ ഭഗവാൻ ആ തൃക്കണ്ണുകൾ തുറന്നുകൊണ്ട് അവിടെ ആവിർഭവിച്ചു. ഭഗവാന്റെ ആ അതിഭീഷണമായ സ്വരൂപത്തോടുകൂടി ഈ സർവപ്രപഞ്ചത്തിനെയും സംഹരിക്കുവാൻ ശക്തിയുള്ള ആ കൈലാസനാഥൻ ഉഗ്രസ്വരൂപിയായിട്ട് അവതരിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ ആ ശൂലമെടുത്ത് ആദ്യം കാലനെ വരച്ചു. കുറ്റവിടെ കൊണ്ടുപോകാൻ. എന്നിട്ട് ആ ശൂലത്തിൽ അങ്ങനെ പിടിച്ചു അങ്ങനെ തട്ടിക്കൊണ്ട് ആ കാലന്റെ ജലശരീരം കാലനെയാണ് വധിക്കുന്നത്. ആർക്കു വേണ്ടിയിട്ട്? ഭക്തന് വേണ്ടിയിട്ട്. മഹാദേവനെ നമസ്കരിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് നമുക്ക് ഒരു ദേവീ ക്ഷേത്രത്തിലേക്ക് പോവാം. നിങ്ങൾക്ക് അധികം ദൂരമില്ലാതെ കിടക്കുന്ന ക്ഷേത്രമാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം. അറിയോ? തിരുവില്ലാമല അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അതിപ്രശസ്തമായ ദേവീക്ഷേത്രം. പഴയന്നൂർ ഭഗവതി ആ ദേശത്തേക്ക് എത്തിച്ചേർന്ന ഭഗവതിയാണ്. അവിടെ ആദ്യം ഒരു പള്ളിപ്പുറം വിഷ്ണു ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത്. പള്ളിപ്പുറത്തപ്പൻ എന്നാണ് ഭഗവാൻ അറിയപ്പെട്ടിരുന്നത്. ആ പള്ളിപ്പുറം ക്ഷേത്രത്തിലേക്ക് ദേവി എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെരുമ്പടപ്പ് രാജവംശത്തിലെ ഒരു രാജാവ്. പെരുമ്പടപ്പ് രാജവംശം എന്ന് പറഞ്ഞാൽ അവരാണ് പിന്നീട് കൊച്ചി രാജവംശമായി മാറുന്നത്. കൊച്ചി രാജവംശത്തിന്റെ പരദേവതയാണ് പഴയന്നൂരമ്മ. അപ്പോൾ അദ്ദേഹം ശത്രുനാശത്തിൽ നിന്നും സംരക്ഷണം തേടി, ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും ഒരു സംരക്ഷണം തേടിക്കൊണ്ട് കാശിയിലെ പുരാണപുരിയിൽ പോയിട്ട് അമ്മയെ ആരാധിക്കുകയാണ്. അന്നപൂർണേശ്വരി വാഴുന്ന നാടാണല്ലോ കാശി. ദേവി രാജാവിനോടൊപ്പം പോകുന്നത് ഒരു പൂവൻകോഴിയുടെ രൂപത്തിലാണ്. ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഒരു ആൽവൃക്ഷമുണ്ട് തെക്ക് ഭാഗത്ത്. ക്ഷേത്രം ദർശനമായിരിക്കുന്ന മുമ്പിൽ കുളമാണ്. ആ ഉണ്ണിയാൻ തറയിലാണ് ദേവി ആദ്യം സാന്നിധ്യം നേടുന്നത്. അത് മൂലസ്ഥാനമാണ്. അവിടുന്ന് ദേവി ഒരു ബാലികയുടെ രൂപം സ്വീകരിച്ചു. എന്നിട്ട് നേരെ ചെല്ലുന്നത് ഭഗവാന്റെ രാജാവിനോട് ആദ്യം പറഞ്ഞു, എനിക്ക് വിശക്കണോ എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് പറഞ്ഞു, വരൂ എൻ്റെ കൂടെ. എന്നിട്ട് ഭഗവാന്റെ തിടപ്പള്ളിയിലോ മഹാവിഷ്ണു ക്ഷേത്രം അവിടെ ഉണ്ടല്ലോ, അതിൻ്റെ തിടപ്പള്ളിയിലേക്ക് ചെന്നു. അപ്പോൾ അതിസുന്ദരിയായ ഒരു കുഞ്ഞു പെൺകുട്ടി തിടപ്പള്ളിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഊരാള കുടുംബാംഗമായ പന്തൽ നമ്പൂതിരിയും തന്ത്രിയും ഉണ്ടായിരുന്നു. അവര് പന്തൽ നമ്പൂതിരിക്ക് ആരെ കണ്ടപ്പോൾ മനസ്സിലായി, ആരാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് ആ ദിവ്യ ചക്ഷുഷുകളാൽ മനസ്സിലായി. അങ്ങനെ അടുത്തേക്ക് കയറിയിരിക്കൂ, തിടപ്പള്ളിയിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ദേവി ഇരുന്നു. ദേവിക്ക് നൈവേദ്യങ്ങൾ കൊടുത്തു. ആ ഇരുന്ന സ്ഥലമാണ് ശ്രീലകമായി മാറിയത്. അതിനാൽ തന്നെ ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് സ്നാനമ്പലമല്ലേ, ഇതിൻ്റെ പുറത്ത് ഈ ഭാഗത്താക്കിയ ക്ഷേത്രം ഉണ്ടെങ്കിൽ വിചാരിച്ചു നോക്കൂ. അപ്പോൾ ദേവിയുടെ ആ ശ്രീലകം എന്ന് ദേവിയുടെ സ്നാനമ്പലം എന്ന് പറയുന്നത് ക്ഷേത്രം അധികൃതമാണ്.
അതിനാൽ തന്നെ ആ പുരുഷന്മാര് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഷർട്ട് അഴിക്കണം എന്നാണ്. മനസ്സിലായോ പറയുന്നത്? ഭഗവാന്റെ നാലമ്പലത്തിന്റെ കിടപ്പള്ളിക്കകത്താണ് ദേവിയിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ദേവി അവിടേക്ക് വന്നു ചേർന്നതാണ് എന്നതിന്റെ എല്ലാ സൂചനകളും ആ ക്ഷേത്രം പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി നമ്മള് പറയാൻ പോകുന്ന ഒരു ക്ഷേത്രം തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രമാണ്. അറിയാമോ? അത് ഞങ്ങൾ കണ്ടത് മോൻ പറഞ്ഞിട്ടാണ്. ആ കുട്ടിയാണ് പറയുന്നത് അവിടെ പോകണം എന്ന് പറയണത്. ആ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത 108 ശിവാലയങ്ങളിൽ ഉൾപ്പെട്ട ക്ഷേത്രമാണ്. 108 ദിവ്യദേശങ്ങളിൽ ഉൾപ്പെട്ട 108 ദിവ്യദേശങ്ങൾ എന്താ? നിങ്ങൾ ഇസ്കോണിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ? ആൾവാർമാർ പാടി പുകഴ്ത്തിയ ക്ഷേത്രങ്ങളാണ്. ആൾവാർമാരാണ് വൈഷ്ണവ സന്യാസികളായ 12 ആൾവാർമാരുണ്ട് പ്രശസ്തര്. അവര് പാടി പുകഴ്ത്തിയ ദിവ്യദേശങ്ങളിൽ ഉൾപ്പെട്ട ക്ഷേത്രമാണ്. രണ്ടും കൂടെ വരുന്നത് വളരെ അപൂർവമാണ്. അവിടുത്തെ ഏറ്റവും റീലുകളിലൊക്കെ വളരെ പോപ്പുലർ ആയ ഒരു ക്ഷേത്രമാണത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാം. പക്ഷേ അത് പ്രകൃതി സൗന്ദര്യത്തിൽ മാത്രം ഒതുങ്ങിപ്പോവേണ്ട ഒരു ക്ഷേത്രമല്ല. അത്രയും പ്രാധാന്യം ആ ക്ഷേത്രത്തിനുണ്ട്. ഇപ്പോൾ ആ ക്ഷേത്ര നിർമ്മിതിയൊക്കെ ഇനി പുനരുദ്ധാരണത്തിന്റെ ആവശ്യകത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാത്തു സംരക്ഷിക്കേണ്ട ഒരു ക്ഷേത്രം. ഒരു കൊട്ടാരം, കൽപ്പടവുകൾ ഒരു കൊട്ടാരം പണിതീർത്താൽ എങ്ങനെ ഇരിക്കും? അങ്ങനെയുള്ളൊരു ക്ഷേത്രം. നിള ഇങ്ങനെ അടുത്തു കൂടെ ഒഴുകുന്നു. ചക്രതീർത്ഥം നിള ദിക്കു മാറി ഒഴുകുന്നുണ്ട് അവിടെ എത്തുമ്പോൾ. അത്രയും, അതായത് കാശിയെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. പിന്നെ അവിടുത്തെ ഒരു വലിയ പ്രത്യേകത അവിടുത്തെ നാലമ്പലമാണ്. ഭഗവാൻ എവിടെയാണ്? മഹാവിഷ്ണു അറിയപ്പെടുന്നത് ഉയ്യവന്ത പെരുമാളെന്നും മഹാദേവൻ അറിയപ്പെടുന്നത് കാശി വിശ്വനാഥനെന്നും. വിഷ്ണു ക്ഷേത്രമാണ് പിറകിൽ. വിഷ്ണു ക്ഷേത്രത്തിന്റെ നേരെ മുമ്പിലായിട്ട് വലിക്കലിരിക്കുന്ന സ്ഥലത്താണ് ശിവക്ഷേത്രം ഉള്ളത്. ഒരു ദേവന്റെ നട മറച്ചുകൊണ്ട് മറ്റൊരു ദേവന്റെ നട അപൂർവങ്ങളിൽ വെച്ച് അപൂർവമാണ്. അത് പണ്ട് ശൈവ വൈഷ്ണവ തർക്കങ്ങൾ നിലനിന്ന സമയത്ത് ഉണ്ടായതാണ് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഉയ്യവന്ത പെരുമാൾ എന്ന് പറയുന്ന ആ മഹാവിഷ്ണു വിഗ്രഹം ഉണ്ടല്ലോ, അതിൽ കാണേണ്ട ഒരു കാഴ്ചയാണ്. ഭഗവാൻ ശംഖ് ചക്ര ഗദാപത്മങ്ങൾ, പത്മം താമരയല്ല, താമര മൊട്ടാണ്. അത് 8ാം നൂറ്റാണ്ടിന് മുൻപേ നിർമ്മിതമായ വിഗ്രഹങ്ങളിലാണ് അങ്ങനെ താമര മുട്ട് കാണാം. ഭഗവാന്റെ ആ തൂമന്ദഹാസവും ആ തിരുനയനങ്ങളും ആ നാസിക പോലും ഇങ്ങനെ കൃത്യമായിട്ട് കാണാം. അത്രയും സൗന്ദര്യമുള്ള ഒരു വിഗ്രഹം. ഒരുപാട് ചുവർചിത്രങ്ങളുള്ള ക്ഷേത്രം. അഞ്ചുമൂർത്തി എന്ന് പറയാൻ കാരണം ഒരു ശിവ പ്രതിഷ്ഠ, 4 വൈഷ്ണവ പ്രതിഷ്ഠ. 4 പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പഞ്ചപാണ്ഡവന്മാരാണ്. ഇതിൽ ഉയ്യവന്ത പെരുമാളിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അർജുനനാണ്. മറ്റേത് യുധിഷ്ഠിരനും ഭീമനും പിന്നെ നകുല സഹദേവന്മാർ ഒരുമിച്ച്. അങ്ങനെയുള്ള ഈ തിരുവിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പോയി കാണുവാൻ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതിനുള്ള ഒരു അതിമനോഹരമായ കൊച്ചു ക്ഷേത്രമാണ് മാരംകുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രം. ഉണ്ണിക്കുളി കണ്ട് ആസ്വദിക്കുന്ന ഉണ്ണിക്കണ്ണൻ കുടികൊള്ളുന്ന ക്ഷേത്രമാണ്. കുട്ടികൾക്ക് ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രം. ഭഗവാന്റെ ആ കിണറിന് വളരെ പ്രാധാന്യമുണ്ടാകട്ടെ. ആ കിണറിലെ ജലവും ഭഗവാനെ അഭിഷേകം ചെയ്ത ജലവും കൊണ്ട് ഉണ്ണികളെ, കുഞ്ഞു ആളുകളെ, എത്ര വലിയ കുട്ടികളായാലും കുഴപ്പമില്ല, പക്ഷെ 16 ദിവസം കഴിഞ്ഞാൽ കുട്ടികൾക്ക് കയറാൻ പറ്റും. സാധാരണ ചോറുകൊണ്ട് കഴിഞ്ഞാൽ കയറാൻ പറ്റില്ലല്ലോ. കുട്ടിക്കും കയറാം, അമ്മയ്ക്കും കയറാം. ആ കുട്ടികളെ അവിടെ മുമ്പിൽ നിന്ന് ഭഗവാന്റെ തിരുമുമ്പിൽ നിന്നുകൊണ്ട് പരിക്കലിന് തൊട്ടപ്പുറത്തൊരു കല്ലുണ്ട്, അവിടെ നിന്നുകൊണ്ട് കുളിപ്പിക്കുക, തലയിൽ വെള്ളമൊഴിച്ചു കൊടുക്കുക, തല തോർത്തില്ല, അങ്ങനെ ഉള്ളിലേക്ക് കയറ്റും. ആ കയറി വരുന്ന കുഞ്ഞിനോട് ഭഗവാൻ ഒരുപാട് കുശലം ചോദിക്കുമത്രേ. അവര് കരയുമ്പോൾ ഭഗവാൻ ചിരിക്കുമത്രേ. അത്രയും സന്തോഷമാണത്രേ ഭഗവാന് ഈ കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ. ഒരു കുട്ടിക്ക് പോലും അവിടെ നിന്ന് തല നോക്കാത്തതുകൊണ്ട് പരിഗണിക്കില്ല. മാത്രമല്ല, മിണ്ടാത്ത കുട്ടികൾ മിണ്ടിയ ഐതിഹ്യം വരെ അവിടെയുണ്ട്, അനുഭവങ്ങളുണ്ട്. അപ്പോ ആ കിണറിൽ എന്താ പ്രത്യേകത നമ്മളറിയാമല്ലോ? അത് നമ്മുടെ പൂതനാമോക്ഷം കഥയുമായിട്ട്
ബന്ധപ്പെട്ടിരിക്കുന്നു. പൂതനയുടെ ആ മോക്ഷം അറിയാലോ, ഉണ്ണിക്കണ്ണനില്ലേ, അതൊക്കെ നിങ്ങൾക്ക് അറിയണ കഥയാണ്. അത് കഴിഞ്ഞ് പൂതനാമോക്ഷം കഴിഞ്ഞിട്ട് ആ പൂതനയുടെ നെഞ്ചത്ത് ഒരു നീല കല്ലിനെ പോലെ ഇങ്ങനെ ഉണ്ണി കിടക്കണ്ടെങ്കിൽ ഗോപികമാരെടുത്തു കൊണ്ടുവരുന്ന ഉണ്ണിയെ. എന്നിട്ട് യശോദമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് ആദ്യമാണ് കുഞ്ഞിന് വല്ല വിഷവും തേടിയിട്ടുണ്ടാവുമോ. എല്ലാരും പറഞ്ഞു വലിയ കുട്ടി ചിരിക്കണ്ട, കളിക്കണ്ട, പാല് കുടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല യശോദാമ്മേ. എന്റെ ഉണ്ണിക്ക് വല്ല വീണവും വന്നിട്ടുണ്ടാവോ. അപ്പോൾ മഹാവിഷ്ണുവിനോട് അമ്മ പ്രാർത്ഥിച്ചു, ഭഗവാനെ വൈകുണ്ഠനാഥ, എന്റെ ഉണ്ണിക്ക് ഒരു കുഴപ്പവും വരുത്തരുതേ എന്ന്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? അമൃതല്ലോ, ആ അമൃതിന്റെ കുറേ തുള്ളികൾ ഭൂമിയിലേക്ക് ഇങ്ങനെ ഗോകുലത്തിലെ ആ കിണറിലേക്ക് വർഷിച്ചു കൊടുത്തു. അപ്പോൾ ആ തുള്ളികൾ വന്ന് വീണത് ഈ കിണറിലും വന്ന് വീണിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ഇതെല്ലാം കഥകൾ എന്ത് മനോഹരാണല്ലേ. ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആർദ്രമാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ ആ ഭക്തി വളരുകയാണ് ചെയ്യുന്നത്. എവിടെയെങ്കിലും ആ കുഞ്ഞി തൃപ്പാദങ്ങളുണ്ടോ, എവിടെയെങ്കിലും ആ അഞ്ചാടിക്കൊരു വാരി കളിക്കുന്ന ആ ഉണ്ണിയുണ്ടോ എന്ന് ആ അമ്മയുടെ ഒരു സാരിത്തുമ്പ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും നമ്മളെ ഇങ്ങനെ ഒളിച്ചു നോക്കുന്ന ഒരു കണ്ണനുണ്ണി ഉണ്ടോ എന്നിങ്ങനെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. കൃഷ്ണാന്വേഷണം നമ്മളിങ്ങനെ അനുഭവിക്കും. അതാണ് ഈ ക്ഷേത്രങ്ങളിലൂടെ എല്ലാം നമ്മൾ അറിയേണ്ടത്. നമ്മുടെ ഭക്തി വളരണം, നന്മ വളരണം. നമുക്ക് ഇതെല്ലാം ഒരു ശക്തിയായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ധരിക്കണം. ആ ശക്തി കൊണ്ട് നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്യുവാൻ സാധിക്കണം. ഒന്നിൽ നിന്നും ഒളിച്ചോടാതെ നമുക്ക് ആ ഭഗവാനിനെ കേന്ദ്രീകരമായിട്ടൊരു ജീവിതം നയിക്കുവാൻ സാധിക്കണം. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് ഒരാൾക്കും ഉപദ്രവമില്ലാതിരിക്കണം. സുഖവും സമാധാനവുമാണല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ഏറ്റവും സമാധാനം തരാൻ കഴിയുന്ന ആളാണ് ആ അടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ആളെ എന്താ നമ്മൾ വേണ്ടത്? നമ്മുടെ ഹൃദയത്തിലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. കൃഷ്ണൻ എന്റേതാണ്, കൃഷ്ണന്റേതാണ് ഞാൻ എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും. കൃഷ്ണൻ എന്റേതാണെന്ന് വിചാരിക്കുമ്പോൾ എപ്പോഴെങ്കിലും നമുക്കൊരു അഹങ്കാരം വരുന്നില്ലേ? എന്റേത് മാത്രമാണോ? ഒരിക്കലും അങ്ങനെ അഹങ്കാരം വരാൻ പാടില്ല. ഭക്തി എന്ന് പറയുന്നത് മഹാഭക്തന്മാരെ കാണുമ്പോൾ നമുക്ക് തൊഴുത് നമസ്കരിക്കുവാൻ പറ്റണം. അങ്ങനെയാണല്ലേ പണ്ടൊക്കെ ഗുരുവായൂർ കൂടല്ലൂർ ചുറ്റിക്കാമൻ നമ്പൂതിരിപ്പാടൊക്കെ നമ്മുടെ ഭാഗവത സപ്താഹത്തെ ശരിക്കും തുടങ്ങി വെക്കുന്നത്. അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിലൂടെ നടക്കുമ്പോൾ വീണിങ്ങനെ നമസ്കരിച്ചാണ് പ്രയത്നം. ഞാൻ നടക്കുക. കാരണം മഹാഭക്തന്മാരുടെ പാദരേണുക്കൾ അണിഞ്ഞ ഭൂമിയാണ് ഗുരുവായൂർ. അപ്പോൾ നമ്മളെ അഹങ്കാരം അംഗീകരിക്കാതെ നോക്കുവാൻ ആദ്യം വേണ്ടത് ആ കുഞ്ഞി കൈകളിൽ, കുഞ്ഞി പാദങ്ങളിൽ തന്നെ നമ്മൾ സമർപ്പിക്കുക. ഭക്തി നാൾക്ക് നാൾ വർദ്ധിച്ചു വരുവാൻ പ്രാർത്ഥിക്കുക. കൂടുതൽ നീട്ടുന്നില്ല. ഇങ്ങനെ ഒരു അവസരം തന്ന ഈ ക്ഷേത്രം ഭാരവാഹികൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തായ സുനിലിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ ക്ഷേത്രയാത്രകൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ തൊണ്ട 2-3 ദിവസമായിട്ട് ആകെ കച്ചറായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വന്ന് പറയാൻ പറ്റുമെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഞാനത് പറ്റുമെന്ന് ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോഴായിരുന്നു തനിക്ക് പറ്റും എന്ന് പറഞ്ഞു. ഇതിന് മാത്രമല്ല കേട്ടോ, ഈ ക്ഷേത്രയാത്രകളായിക്കോട്ടെ, പുസ്തകങ്ങളായിക്കോട്ടെ, എല്ലാം ആ ഒരു ധൈര്യത്തിൽ നിന്നാണ് ഞാൻ ചെയ്തു തുടങ്ങുന്നത്. മുന്നോട്ട് പോകുന്നതും ആ ഒരു വാക്കിൽ നിന്നാണ്. ആ വാക്കും ആ ധൈര്യവും ആ സാന്നിധ്യവും ആ സർവീശ്വരന്റെ കാരുണ്യമായിട്ടാണ് ഭഗവാന്റെ ആ നിഗ്രഹമായിട്ടാണ് കാണാറുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനകൾ കൂടെ വേണം. ക്ഷേത്രങ്ങളെ തേടിയുള്ള യാത്രകൾ മുന്നോട്ട് പോകുവാൻ നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിൽ സന്തോഷം. എല്ലാവരും ഓർക്കുക, ഓർമ്മകളിൽ സൂക്ഷിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്മ നിറഞ്ഞ ജീവിതം ആശംസിച്ചുകൊള്ളുന്നു. ഭഗവാനെ അറിയുവാനുള്ള വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ. ഈ ക്ഷേത്രം നാൽക്കനാൾ ചൈതന്യവത്തായി തീരട്ടെ. ഈ ക്ഷേത്രത്തിലെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുക. എന്തുണ്ടെങ്കിലും ഒന്ന് പറയാനൊരാളില്ലേ, അതെന്റെ വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോൾ ക്ഷേത്രം ഏറ്റവും നന്നായി സംരക്ഷിച്ച് കൊണ്ടു നടക്കുക. കുഞ്ഞുങ്ങളെ കൂടി ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം നമ്മുടെ യുവതലമുറയിലാണ് ഈ സംസ്കാരം ഇരിക്കുന്നത്. ഇത് നഷ്ടപ്പെട്ടു പോകാനുള്ളതല്ല, ഇത് കാലങ്ങളായി
കൊണ്ടുപോകാനുള്ളതാണ്. അതിനാൽ അതിനെ ചേർത്ത് നിർത്തുക. ഭാരതം എന്ന ഈ ദിവ്യഭൂമിയിൽ നമ്മൾ ജനിച്ചിരിക്കുന്നതിനാൽ തന്നെ നമുക്ക് ഇതറിയുവാനുള്ള ഒരു ആഗ്രഹവും ഒരു തീവ്രമായ അഭിവാഞ്ചയും നമ്മളിൽ വേണം. അതൊരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. ഗ്രന്ഥങ്ങൾ പഠിക്കുക. എല്ലാം നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. എല്ലാവർക്കും ആ സർവീസിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഉച്ചരിച്ച ഓരോ അക്ഷരവും ആ നരസിംഹമൂർത്തിയുടെ പൊന്നുപാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിച്ചുകൊള്ളുന്നു. കണ്ണാചാടി കളിച്ചാലൊരു തരിനറുനൈ തന്നിടം പാടി വന്നം വർണ്ണിച്ചാലും ദുരിപ്പാൻ ഒരു കൊച്ചും അമ്മയ്ക്കു തന്നാൽ ഉണ്ണിക്കാകന്നമീകം പുതുമതും പൊടിയല്ലെന്നു മാതാവുരച്ചാൽ തിണ്ണം ചാടാൻ തുടങ്ങും കൊതിയുടെ നിധി സാപ്പാട്ടുരാമൻ സഹായം. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ശരണം. ലോകാ സമസ്താ സുഖിനോ